ഹായ്, കൂടെയുള്ളത് ശ്രീപാർവതിയാണ്. ശ്രീപാർവതിയെ കുറിച്ച് പറയുന്ന സമയത്ത് സൈലത്തിന്റെ 2 ക്യാമ്പസുകൾ അനുഭവിച്ച കുട്ടിയാണ് ശ്രീപാർവതി. തൃശ്ശൂരായിരുന്നു തുടങ്ങിയത്. ഫസ്റ്റ് ഫേസിന് ശേഷം അഡ്വാൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടി കോഴിക്കോടേക്ക് വന്നു. ഇപ്പോൾ കോഴിക്കോട് അഡ്വാൻസ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്രീപാർവതിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നിങ്ങളുടെ ഭാവി പ്രിപ്പറേഷൻ എളുപ്പമാക്കാൻ എന്തായാലും ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹായ് ശ്രീപാർവതി, സുഖാണോ? ഓക്കെ, എത്രയായിരുന്നു ഇപ്പൊ പെർസെന്റേജ് ഉള്ളത്? 97.1%. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോ എത്രയായിരുന്നു? 92 ആയിരുന്നു അല്ലെ? അപ്പൊ 92 97.1 ആക്കുവാൻ എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗിന്റെ സിസ്റ്റം എന്തായിരുന്നു? കുറച്ചുകൂടി നന്നായി പഠിച്ചു. 92 എത്തിയപ്പോ ഞാൻ കുറച്ച് ഡൗൺ ആയി. ഷിഫ്റ്റിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായി. സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പൊ മാർക്ക് ഉണ്ടായി, പക്ഷെ ഷിഫ്റ്റ് ആയപ്പോ എനിക്ക് കുറച്ച് ഡൗൺ ആയി പോയി. അപ്പൊ ഒന്നുകൂടി പഠിച്ചു. പിന്നെ കോഴിക്കോട് വരേണ്ടി വന്നു. ഇവിടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് എല്ലാം നന്നായി പോയപ്പോ എല്ലാം നല്ല രീതിയിൽ അല്ല, അതായത് ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ നമുക്ക് പിന്നെ നല്ല രീതിയിൽ പെർസെന്റേജ് കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായിപ്പോയി, നമ്മുടെ നല്ലാത്ത കാരണം കൊണ്ട് പോയി അല്ലെ? അപ്പൊ ആ സമയത്ത് ആരാണ് സപ്പോർട്ട് ചെയ്തത്? അതായത് മെന്റലി ഡൗൺ ആയിരിക്കണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ആ സമയത്ത് ആരാണ് സപ്പോർട്ട് ചെയ്തത്? മെന്റേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫാക്കൽറ്റീസിന്റെ അടുത്തൊക്കെ പോയി സംസാരിക്കാം. അവര് പറഞ്ഞു തരും, കുഴപ്പമില്ല, അടുത്ത സെഷനിൽ മതി. അപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അങ്ങനെയൊന്നും പഠിച്ചപ്പോ അങ്ങനെ എല്ലാ സപ്പോർട്ടും കിട്ടിയിരുന്നു. പിന്നെ എങ്ങനെയാണ് മോള് സൈലത്തിലേക്ക് എത്തുന്നത്? സൈലത്തിൽ ഞാൻ CBSE ആയിരുന്നു. അപ്പൊ CBSEയുടെ സൈലത്തിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടി. ബോർഡ് എക്സാമിന് കിട്ടിയപ്പോ ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതായപ്പോ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് സൈലമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളത്. ഫാക്കൽറ്റീസ് ഒക്കെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയി തോന്നി. പിള്ളേരായിട്ടായാലും പിന്നെ ഏത് ലെവലിലെ പിള്ളേരാണെന്നൊന്നും അവർ നോക്കൂല. എല്ലാ ആവറേജ് സ്റ്റുഡൻസ് ആയാലും പഠിപ്പിക്കണ രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ബേസ് മുതലേ പഠിപ്പിച്ചു തുടങ്ങുമായിരുന്നു. ഉഷാറാക്കിയിട്ട് സെറ്റാക്കിയിട്ട് അല്ലേ? അപ്പോ പിന്നെ ഇവിടെ വന്ന സമയത്ത് അല്ലെ, ഇനീഷ്യലി നമുക്കറിയാം ബോർഡ് എക്സാമും ചെയ്യും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആ ഒരു കയറ്റത്തില്, അതായത് ആ വ്യത്യാസത്തില് എങ്ങനെയാണ് ഉണ്ടായത്? ഫസ്റ്റ് സ്ട്രഗിൾ ചെയ്തിരുന്നോ? അതായത് തിങ്കിങ് ലെവല് ഭയങ്കരമായിട്ട് ജയിക്കണം. അപ്പൊ ബോർഡ് എക്സാമിന് ഫുള്ള് കാണാപ്പാടൊക്കെ പഠിച്ച് ഓർഗാനിക് ഒക്കെ ഫുള്ള് കാണാപ്പാടായിരുന്നു ബോർഡ് എക്സാമിന്. അപ്പൊ വന്നപ്പോഴാണ് ഓർഗാനിക്കിന്റെ ഒക്കെ ഇതൊക്കെ മനസ്സിലായത്. ഇപ്പം അതിന്റെ ബ്യൂട്ടി മനസ്സിലായോ? രസത്തില് പഠിക്കാൻ പറ്റും, സബ്ജക്റ്റിന് ഇഷ്ടമായിട്ട് പഠിക്കാൻ പറ്റും പഠിക്കുമ്പോ. മറ്റേ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിക്കണേലും വന്നപ്പോഴാണ് എനിക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. ഫിസിക്സ് ആയാലും ഇപ്പോ ചിന്തിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ തുടങ്ങി. അതങ്ങനെ നിങ്ങളെ തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ തോട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ സഹായിച്ചത്? നമ്മുടെ മെറ്റീരിയലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മെറ്റീരിയലൊക്കെ ആദ്യത്തെ മെറ്റീരിയൽ ആണെങ്കിലും LMRP ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇങ്ങനെ ഷോർട്ട് സംഭവത്തില് എല്ലാ ഇക്വേഷൻസ് അല്ല, ക്ലാസ്സിൽ ഫുള്ള് തിങ്ക് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ വേണ്ട ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെല്ലാം തിങ്ക് ചെയ്യിപ്പിച്ച് അല്ലെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട ക്യാപ്സ്യൂളുകൾ തിങ്ക് ചെയ്ത് ഉണ്ടാക്കി എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പഠിപ്പിക്കുമായിരുന്നു. ഇക്വേഷൻസ് ഒക്കെ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ആ ഇക്വേഷൻസ് വെച്ച് തിങ്ക് ചെയ്ത് ഉണ്ടാക്കാനുള്ള അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എനിക്ക് തോന്നി. പിന്നെ അവിടെ തൃശ്ശൂർ എങ്ങനെ ഹോസ്റ്റലായിരുന്നു? തൃശ്ശൂർ ഹോസ്റ്റലായിരുന്നു. അതെ അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ? ഹോസ്റ്റലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. തൃശ്ശൂർ പുതിയ ഹോസ്റ്റലായിരുന്നു. ഫെസിലിറ്റീസ് ഒക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. മെന്റേഴ്സ് ആയാലും മെന്റേഴ്സിന്റെ റൂമൊക്കെ അടുത്തപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാവുന്നുള്ളൂ. പിന്നെ ടീച്ചേഴ്സ് ആയാലും അവിടെ ഭയങ്കര അടിപൊളിയാണ്. അടുത്തൊരു ചോദ്യം, എന്റെ ചോദ്യം പിന്നെ ശ്രീപാർവതി ആലോചിച്ചു പറഞ്ഞാൽ മതി. ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് സൈലം നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ സൈലം പ്രിഫറബിൾ ആയിരിക്കും? ആർക്കാണ് സൈലത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുക? എനിക്കിപ്പോ കുറെ ഫ്രണ്ട്സ് ഉണ്ടായി. അതെ അതെ, എല്ലാവരുടെ എക്സ്പീരിയൻസ് വെച്ച് ഏതൊരു ലെവലിലുള്ള കുട്ടികൾക്കും വരാവുന്നേ. ഇവര് ഫുൾ ബേസിൽ നിന്നാണ് തുടങ്ങുക. ഭയങ്കര ഹെൽപ്ഫുൾ ആണത്, വിചാരിക്കണേക്കാൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ തിങ്കിങ് എബിലിറ്റി ഭയങ്കരമായിട്ട് വളരും. പിന്നെ എല്ലാ ലെവലിലും ബേസ് ഒന്നും അധികം പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, ജസ്റ്റ് അവർക്ക് ഇത് പോസിബിൾ ആണോ?
പേഴ്സണലി ഞാൻ ഒട്ടും മെയിൻസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും 97 ഒക്കെ കിട്ടി. അപ്പൊ സന്തോഷം. അപ്പൊ അവർക്കും കിട്ടാവുന്ന. പിന്നെ നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അല്ലെ. LMRP ഉണ്ടായിരുന്നു, മിഷൻ 19 ഉണ്ടായിരുന്നു, GIBs ഉണ്ടായിരുന്നു. അപ്പോ അതൊക്കെ എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തത്? മിഷൻ 19 ഞാൻ 50 ക്വസ്റ്റ്യൻസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ഷോർട്ട് കാര്യത്തില് എല്ലാ ടോപ്പിക്കിനുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതെല്ലാ ദിവസവും ചെയ്തു പോയാൽ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ LMRP ആയാലും ആ ബുക്ക് ഭയങ്കര നല്ല കാര്യമാണ്. ഇക്വേഷൻസ് ആയാലും എല്ലാ തിയറിയും ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ, പിന്നെ ഹോസ്റ്റലിൽ വന്ന് ചെയ്യാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ഉണ്ട്. പിന്നെ GAB ആയാലും മോക്ക് ടെസ്റ്റ് പോലെ ഭയങ്കര ടൈം മാനേജ്മെന്റ് ഒക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതില് ഈ പറഞ്ഞ മിഷൻ 19 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാകും. പുതിയ കുട്ടികളാണ്. മിഷൻ 19 എന്ന് പറഞ്ഞാൽ ജെയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊരു 50-60 ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂൾ ആക്കിയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അതിന്റെ റെക്കോർഡ് വീഡിയോ ആപ്പിൽ അവൈലബിൾ ആക്കി തരും. അതോടൊപ്പം തന്നെ അതിന്റെ മേജർ ആയിട്ടുള്ള റൂട്ട് മാപ്പ് യൂട്യൂബിലൊക്കെ തരും. അതാണ് മിഷൻ 19 എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഓക്കെ അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് അടുത്ത് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? പിന്നെ അവര് അപ്രോച്ചബിൾ ആണോ അല്ല അടിച്ചോടിക്കോ എങ്ങനെയാ? അപ്രോച്ചബിൾ ആണ്. എന്ത് ഡൗട്ട് ആണെങ്കിലും, ചെറിയ ഡൗട്ട് ആണെങ്കിലും, തിയറിയുടെ ഡൗട്ട് ആണെങ്കിലും, ക്വസ്റ്റ്യന്റെ ഡൗട്ട് ആണെങ്കിലും പറഞ്ഞു തരാറുണ്ട്. ഏത് തരത്തിലുള്ള ഡൗട്ട് ആണെങ്കിലും, അതായത് ഇതൊന്നും അറിയില്ലടാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? ഇല്ല അല്ലെ. അപ്പൊ ഏത് തരത്തിലാണെങ്കിലും ഇതാക്കും അല്ലെ. എന്താണ് നമുക്ക് സൈലത്തിൽ വന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്? സിസ്റ്റം ആണോ, ടീച്ചേഴ്സ് ആണോ, അതേപോലെ മെറ്റീരിയൽസ് ആണോ? എന്താണ് ഏറ്റവും ഹൈലൈറ്റ്? ഓരോരൊക്കെ ഓരോ പോലെ ആയിരിക്കും. നമുക്ക് എന്താണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്? സൈലത്തിൽ എല്ലാരും യൂട്യൂബ് വീഡിയോസ് തന്നെയാണ് വരിക. അപ്പൊ അതിലെ ടീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അത് കണ്ടാണ് ഞാനും വന്നത്. ഇവിടെ വന്നപ്പോ മനസ്സിലായി അതേ ലെവല് തന്നെയാണ് എല്ലാരും. അതേപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന പോലെ സ്ട്രെസ് ഫ്രീ അതേപോലെ തന്നെയാണ് എല്ലാരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുക. ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞുതരും. അതെല്ലേ. ഓക്കെ. സ്ട്രെസ് ഉണ്ടായിരുന്നോ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്? സ്ട്രെസ് ഒബ്വിയസ്ലി വരും. അപ്പോ മെന്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതൊക്കെ മാനേജ് ചെയ്ത് ആ സമയത്ത് പറഞ്ഞാൽ മതി. അപ്പൊ സംസാരിക്കാനാണെങ്കിലും എല്ലാം ഓക്കെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമാണ് അല്ലെ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അതിന് നമ്മുടെ ശ്രീ പാർവതിയെ മെന്റേഴ്സും ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്ന് തന്നെയാണ് ശ്രീ പാർവതി പറഞ്ഞിട്ടുള്ളത് അല്ലെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രീ പാർവതിക്ക് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടി. അടുത്ത നമുക്ക് NIT അതുപോലെ അഡ്വാൻസ് കിട്ടി. നമ്മൾ IIT-യിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നല്ല കാര്യം, സന്തോഷം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിനെ കൊണ്ട്, നമ്മൾ ഇനി വരുന്ന കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഹൈസ്കൂൾ ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആയാലും 10th ആയാലും +1 ആയാലും ഇപ്പൊ എന്താണ് അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുക. പിന്നെ കളിച്ചടക്കാതിരിക്കുക. പിന്നെ മാക്സിമം എന്റർടൈൻമെന്റ് ഒക്കെ മാറ്റി വെക്കുക. റിലാക്സ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ഉപയോഗിക്കുക. നമ്മുടെ ഗോള് വിടാണ്ടിരിക്കുക. എവിടെ എത്തണ്ടേന്ന് നമുക്ക് മനസ്സിലാവണം. ഇപ്പോ നല്ല കോളേജിലെത്തി അവിടെ തന്നെ കുറെ ഫെസ്റ്റ് ഉണ്ടാവും, അതുണ്ടാവും. അതൊക്കെ ആയിരിക്കും നമുക്കിനി ഫ്യൂച്ചറിൽ അടിപൊളിയാക്കാനുള്ളത്. സോ ബോർഡ് എക്സാമിന് വേണ്ടി എൻട്രൻസ് മാറ്റി വെക്കാതിരിക്കുക. നമ്മൾ ഒരേ കാര്യം തന്നെയാണ് രണ്ടിലും പഠിക്കണേ. എൻട്രൻസിന് പഠിച്ചാൽ കുറച്ചുകൂടി ഹയർ ലെവലിൽ എൻട്രൻസിന് ഉപയോഗപ്പെടും, ബോർഡ് എക്സാമിന് ഉപയോഗപ്പെടും. ബോർഡ് എക്സാമിന് വേണ്ടി എൻട്രൻസിന്റെ പഠനമൊക്കെ മാറ്റി വെക്കാതിരിക്കുക. രണ്ടിനും ഹെൽപ്ഫുൾ ആവും. പേഴ്സണലി എനിക്ക് 92 ഉണ്ടായുള്ളൂ ബോർഡ് എക്സാമിന്. പക്ഷെ ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഒന്നുകൂടി എഴുതിയാൽ എനിക്ക് നല്ലോണം കിട്ടുമെന്ന് എനിക്കറിയാം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതായത് നമ്മളിപ്പോ JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോർഡ് എക്സാം എന്തായിരിക്കും വളരെ എളുപ്പമായിരിക്കും അല്ലെ. അതിനുവേണ്ടി നമുക്ക് അവസാനത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാരത്തോണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ബോർഡ് എക്സാം എങ്ങനെ എഴുതാൻ മാത്രം പഠിച്ചാൽ മതി അല്ലെ. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുക? നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക എന്നാണ് ശ്രീ പാർവതി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ശ്രീ പാർവതി റിലാക്സേഷന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ അതായത് നിങ്ങളൊരു പിന്നെ എന്താ പറയാ, ജസ്റ്റ് ഒരു പഠനത്തിനിടയ്ക്ക് എന്റർടൈൻമെന്റ് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്താക്കുക, എന്റർടൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുക.
ഇപ്പോഴുള്ള കുറച്ച് കാലങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള 40-50 വർഷം ചിലപ്പോൾ നിങ്ങൾ എന്താവും സേഫ് ആവും എന്നാണ് ശ്രീ പാർവതി ഉദ്ദേശിച്ചതാണ് എനിക്ക് മനസ്സിലായത്. കറക്റ്റ് ആണോ? യെസ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഇദ്ദേഹത്തിന് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. അഡ്വാൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഷുവർ ആയിട്ടും അഡ്വാൻസ് കിട്ടട്ടെ. നമുക്ക് IIT വെച്ചിട്ട് കാണണം. ഓക്കെ. സോ മോളെ ഓൾ ദ ബെസ്റ്റ്.